ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ. നമസ്കാരം. ഞാനിന്ന് ചവനപ്രാശത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ചവനപ്രാശം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും പ്രശസ്തമായ ആയുർവേദത്തിലൊരു മരുന്നെന്ന് തന്നെ പറയാം. ഇത്ര അറിയപ്പെടുന്നൊരു രസായനം വേറെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം പറയുന്നതെന്ന് വെച്ചാൽ, വൈദ്യന്മാരായ അശ്വിനി കുമാരന്മാർ ചവന മഹർഷിയുടെ യൗവനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മരുന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആയുർവേദ പ്രകാരം ഇത് ഫലശ്രുതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്വാസകാസ രോഗങ്ങൾക്ക്, ഉരക്ഷതത്തിന്, പിന്നെ ക്ഷീണമുള്ളവർക്ക്, പിന്നെ ബാലന്മാർക്ക്, വൃദ്ധന്മാർക്ക്, സ്വരശുദ്ധി ആഗ്രഹിക്കുന്നവർക്ക്, ഹൃദ്രോഗത്തിന്, രക്തവാതം, പ്രമേഹം, ശുക്ലദോഷമുള്ളവർക്ക്, കാന്തി വർദ്ധിപ്പിക്കും, പഞ്ചേന്ദ്രിയങ്ങളുടെയും ബലം വർദ്ധിപ്പിക്കും, സപ്തധാതു വൃദ്ധി ഉണ്ടാക്കും, അഗ്നിദീപ്തി ഉണ്ടാക്കും, വാതാനുലോമനമാണ്, ഓജസ് വർദ്ധിപ്പിക്കും. ഇതാണ് ആയുർവേദത്തിൽ ഇതിൻ്റെ ഗുണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ഏത് വൃദ്ധനെയും യുവാവാക്കാൻ സഹായിക്കുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ളൊരു രസായനമായിട്ടാണ് ചവനപ്രാശം പറയുന്നത്. പൊതുവെ നമ്മൾക്ക് അറിയാവുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചവനപ്രാശം കഴിക്കുന്നതെന്നാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ചവനപ്രാശത്തിനൊരു ഗുണമുണ്ടെന്ന് പലർക്കും അറിയില്ല, കഴിച്ചവർക്കും അറിയില്ല. അത് പൊതുവെ ഡോക്ടേഴ്സ് എടുത്ത് പറഞ്ഞു കൊടുക്കാറുമില്ല. അപ്പോൾ രസായനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം പ്രശ്നങ്ങളും മാറ്റുന്ന സാധനമാണ്. അപ്പോൾ രസായനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, രസായനങ്ങൾ എപ്പോഴും കുറച്ച് കട്ടി കൂടിയ മരുന്നുകളായിരിക്കും. ദഹിക്കാൻ കട്ടിയുള്ള മരുന്നുകളാണ് രസായനത്തിൽ ഉപയോഗിക്കുക. അതാണ് ധാതുപുഷ്ടിക്ക് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന മരുന്ന് മിക്കതും അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ഇത്രയും ഗുണങ്ങൾ ചവനപ്രാശത്തിന് പറയുന്നുണ്ടെങ്കിൽ പോലും പലരും ഇത് കഴിച്ചിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഇതുകൊണ്ടുണ്ടാവുന്നില്ല. വളരെ പ്രതീക്ഷയോടുകൂടിയായിരിക്കും പരസ്യങ്ങൾ കണ്ടിട്ടും പറഞ്ഞു കേട്ടതും ഒക്കെ വെച്ചിട്ട് എല്ലാവരും ചവനപ്രാശം കഴിക്കുന്നത്. പക്ഷെ അവർ ഈ രോഗി ഉദ്ദേശിച്ചല്ലേ, നമ്മളൊരു ജനറൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ പോലും ആ ഒരു റിസൾട്ട് എന്തുകൊണ്ടാണ് നമ്മൾക്കത് ഫീൽ ചെയ്യാത്ത, അല്ല അനുഭവത്തിൽ വരാത്തത് എന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ പറയാം. ആദ്യമായിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അതിൽ കറക്റ്റായിട്ട് പറഞ്ഞ എല്ലാ മരുന്നുകളും പറഞ്ഞ അളവിൽ ചേർക്കാത്തത് അതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. പലരും വില കൂടിയ മരുന്നുകൾ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ നെല്ലിക്കയൊക്കെ കറക്റ്റ് അളവിൽ ചേർക്കുന്നുണ്ടാവും, പറഞ്ഞ പോലെ തന്നെ പച്ച നെല്ലിക്കയൊക്കെ വെച്ച് വിധിപ്രകാരം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ വില കൂടിയ മരുന്നുകൾ, അതാണ് ഈ രസായനത്തിൻ്റെ കറക്റ്റ് ഗുണം ശരീരത്തേക്ക് നൽകേണ്ടത്. ആ കറക്റ്റ് ഗുണം നൽകേണ്ടത് ആ രസായനത്തിൽ, അതായത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള മരുന്നുകൾ ദഹിപ്പിക്കുന്നത് ഈ ചെറിയ നമ്മുടെ സ്പൈസസ് ഉണ്ട്, ഏലക്ക, ഗ്രാമ്പു, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. അത് വെച്ചിട്ടാണ് ഈ ഹെവി ആയിട്ടുള്ള തേനും നെയ്യും ഇതൊക്കെ കൂടി കലരുമ്പം ദഹിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് നെയ്യിലൊക്കെ വരട്ടിയിട്ടാണ് കറക്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് ദഹിക്കാനായിട്ട് സാധാരണഗതിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം കറക്റ്റ് യോഗത്തിൽ ഇതിൻ്റെ എല്ലാ മരുന്നുകളും ഉണ്ട്. ഈ മരുന്നുകൾ കറക്റ്റായിട്ട് ചേർക്കാത്തതാണ് അതിലൊരു കാരണം. അപ്പോൾ
നിങ്ങളത് കഴിച്ചിട്ട് ഒരു പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെട്ടെങ്കിൽ അതൊരിക്കലും ചവനപ്രാശത്തിൻ്റെയോ ആയുർവേദ സിസ്റ്റത്തിൻ്റെയോ കുറ്റമല്ല, അതുണ്ടാക്കിയത് ശരിയാവാത്തോണ്ടാണ്. അതൊരു കാരണം. പിന്നെ ഏത് ആയുർവേദ മരുന്നാണെങ്കിലും കഴിക്കേണ്ടത് അഗ്നിബലം നോക്കിയിട്ടാണ്. അതേത് മരുന്നിലും എടുത്തു പറയുന്നുണ്ട്, മാത്ര നിശ്ചയിക്കുന്നതിൻ്റെ ഡോസ് നിശ്ചയിക്കുന്നത് വൈദ്യനാണ്. വൈദ്യൻ എങ്ങനെ നിശ്ചയിക്കേണ്ടതെന്ന് വെച്ചാൽ അവന് ആ കൊടുക്കുന്ന ആളുടെ അഗ്നിബലം അനുസരിച്ചാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു വൈദ്യൻ അത് നോക്കിയിട്ടായിരിക്കും ഡോസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ പലരും ഇത് തനിയെ മേടിച്ച് കഴിക്കുന്നവരുണ്ട്. നന്നായിക്കോട്ടെ എന്ന് വെച്ച് കൂടുതലായിട്ട് എടുത്ത് കഴിക്കും. അപ്പോൾ അത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ കഴിച്ച റിസൾട്ട് ആയിരിക്കില്ല കിട്ടുക. എന്തിനാണോ ഏത് രോഗത്തിനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും നിങ്ങളത്. ഇപ്പം പനി വരാതിരിക്കാൻ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന ഒരാളായിരിക്കും ഇതെടുത്ത് കഴിക്കുക. അപ്പോൾ അയാൾക്ക് ആ പനി വരാനുള്ള കാരണം തന്നെ അയാളുടെ ദഹനശക്തിയുടെ കുറവായിരുന്നു. അഗ്നിബലം ഇല്ലാത്തതുകൊണ്ടാണ് അസുഖങ്ങൾ വരിക. അപ്പോൾ ഇത് കൂടുതലെടുത്ത് കഴിച്ചാൽ എന്താകും? വീണ്ടും പ്രശ്നം വഷളാവുകയുള്ളൂ. നിങ്ങളുടെ അസുഖം മാറുന്നതിന് പകരം കൂടും. കാരണം ഇത് നമ്മൾ പ്രാക്ടീസിന് ഇരിക്കുമ്പോൾ കിട്ടുന്ന അല്ലെ ആൾക്കാർ പറയുന്ന കംപ്ലൈൻസ് ആണ്. പിന്നെ ചിലർക്ക് എപ്പോഴും രസായനങ്ങൾ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് അസുഖമുള്ളവർ കഴിക്കുമ്പോൾ അവരവരുടെ അസുഖങ്ങൾ മാറ്റിയിട്ട് വേണം രസായനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിന് മുന്നേ ആയുർവേദത്തിൽ അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. ദീപന, പാചന, ശോധന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് രസായനം കഴിക്കുക. പ്രത്യേകിച്ച് സ്കിൻ ഡിസീസ് പോലുള്ള അസുഖങ്ങളുള്ളവർ അത് ചികിത്സിച്ച് മാറ്റിയിട്ടാണ് രസായനം എടുക്കേണ്ടത്. അപ്പം ഈ സ്കിൻ ഡിസീസിൻ്റെ ഒക്കെ ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് രസായനങ്ങൾ ചെല്ലുമ്പോൾ അത് കൂടാറുണ്ട്. കാരണം അതിലെ നെയ്യൊന്നും ഈ കഴിക്കുന്ന ആൾക്ക് പറ്റില്ല. അപ്പോൾ ചിലർ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാർ ദേഹത്ത് വലിയ വലിയ കുരുക്കളൊക്കെ വന്ന് അവർക്ക് പണ്ട് ചെറിയൊരു സ്കിൻ ഡിസീസിൻ്റെ ടെൻഡൻസി ഉണ്ടായിരുന്നിരിക്കും. അത് കൂടിയിട്ട് വരുന്ന കേസുകളുണ്ട്. അപ്പം അതിൻ്റെ കാരണം ഇതാണ്. ദേഹശുദ്ധി വരുത്തിയിട്ട് വേണം ഏത് രസായനവും കഴിക്കാൻ. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് സാധാരണ പോലെ കഴിക്കാം. അതും അഗ്നിബലം നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ രസായനം എന്നല്ല, ഏത് മരുന്നെടുത്താലും ആഹാരവും ഈ മരുന്നുമായിട്ട് വേണ്ട വിധത്തിലുള്ള ഗ്യാപ്പ് ഇടണം. അപ്പോൾ പ്രത്യേകിച്ച് ഈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു സ്പൂൺ എടുത്തു കൊടുക്കും. അപ്പോൾ ഇതിന് അനുപാനമായിട്ട് പലരും പറയുക പാലാണ്, ഒരു ഗ്ലാസ് പാലും അതിൻ്റെ കൂടെ കൊടുക്കും. മരുന്ന് കഴിച്ചതല്ലേ, ഇതിൻ്റെ കൂടെ പാല് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് സ്കൂളിൽ പോകാൻ ടൈമായെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിയുമ്പോൾ നിങ്ങൾ ആഹാരം എടുത്തു കൊടുക്കും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കഴിച്ച മരുന്ന് ദഹിച്ചതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ. എന്നിട്ട് ഈ മരുന്ന് പകുതി ദഹനത്തിലെത്തിക്കാണും. അപ്പോഴാണ് നിങ്ങൾ അടുത്ത ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ഇത് രണ്ടും ദഹിക്കാതെ കുട്ടികൾക്ക് ഛർദിലൊക്കെ വരാറുണ്ട്. ഇത് കേസസ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രസായനം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രസായനം മാത്രമായിട്ട് കഴിക്കുക. അത് ദഹിച്ചതിന് ശേഷം അടുത്ത ആഹാരം കഴിക്കുക. ഒരിക്കലും ആഹാരത്തിനൂടെ മിക്സ് ചെയ്ത് ഒരു മരുന്നും കഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് രസായനങ്ങൾ. അതിനാണ് എപ്പോഴും കറക്റ്റ് ടൈം ഡോക്ടർ എഴുതി തരിക, ആഹാരത്തിന് അരമണിക്കൂർ മുന്നേ. അപ്പോൾ അത് ഡോക്ടർ ആ ഓരോ മരുന്നിൻ്റെ നമ്മൾക്ക് ആ രോഗിക്ക് ദഹിക്കാൻ വേണ്ട ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ എഴുതുക. ഡോസൊക്കെ ഫിക്സ് ചെയ്ത് അങ്ങനെയായിരിക്കും ഒരു മരുന്ന് എഴുതുക. അപ്പോൾ അത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പിന്നെ അനുപാനമായിട്ട് കുടിക്കുന്ന പാല്, വിധിപ്രകാരം പാല് തന്നെയാണ് കുടിക്കേണ്ടത്. തനിയും കഴിക്കാൻ പാലൊന്നും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന പാലെന്താണ്? പ്രത്യേകിച്ച് പാക്കറ്റ് പാല്. പിന്നെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന പാലും അല്ലെ പാല് എന്ന് പറയുന്നത്, അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന ജേഴ്സി പശുവിൻ്റെ പാലിനല്ല. പണ്ട് കാലത്തുള്ള നമ്മുടെ ഇന്ത്യൻ പശുക്കളായ A2 പശു എന്ന് ഇപ്പോൾ പറയുന്ന പഴയ നാടൻ പശുവിൻ്റെ പാലിനാണ് ഈ പാലെന്ന് പറഞ്ഞ ഗുണങ്ങളുള്ളത്. ഇപ്പോഴത്തെ പശുവിൻ്റെ പാല് കുടിച്ചാൽ ഗുണവും ഇല്ല, ദോഷമാണ് കൂടുതൽ. അത് തീരെ ദഹിക്കാത്ത പ്രോട്ടീൻസ് അതിലുണ്ട്. അപ്പം
തനിയെ തന്നെ പാല് ദഹിക്കില്ല. അതിൻ്റെ കൂടെ ഇങ്ങനെ കട്ടിയുള്ള ഒരു രസായനത്തിൻ്റെ കൂടെ കഴിച്ചാൽ വീണ്ടും അത് ദഹിക്കില്ല. അങ്ങനെ പ്രശ്നം വഷളാകും. അത് മറ്റൊരു കാരണം. പിന്നെ ഈ മരുന്നിൽ ചേർക്കുന്ന നെയ്യ് നല്ലൊരു ക്വാണ്ടിറ്റി ചേരുന്നുണ്ട്. ചവനപ്രാശത്തിൽ വരട്ടുന്നതും ഒക്കെ നെയ്യിലാണ്. ആ ആയുർവേദം എന്ന് പറയുന്നത് നെയ്യില്ലാതെ ഒരു മരുന്നും ഇല്ല. അപ്പം അതും ആചാര്യൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇപ്പോഴത്തെ ഈ കിട്ടുന്ന നെയ്യെന്ന് പേര് മാത്രമുള്ള നെയ്യല്ല. കറക്റ്റ് നാടൻ പശുവിൻ്റെ പാലിൽ നിന്നും, പഴയ വെച്ചൂര് പശു പോലുള്ള ആ ഇനമാണ് പറയുന്നത്. നാട്ടിൽ വളർത്തി വീട്ടിൽ വളർത്തി എന്ന് പറഞ്ഞത് നാടൻ പശു ആവില്ല. ആ ഇനം, ആ ബ്രീഡിൻ്റെ പാലാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ നിന്നെടുത്ത നെയ്യ് എന്ന് വെച്ചാൽ വെണ്ണ കടഞ്ഞെടുത്തിട്ടാണ് നെയ്യ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ കിട്ടുന്ന നെയ്യ് അങ്ങനെയല്ല. ഏത് കമ്പനിയാണെങ്കിലും അവർക്ക് പ്രാക്ടിക്കലല്ല. മോരുണ്ടാക്കി അതിൽ നിന്ന് വെണ്ണ എടുത്തിട്ട് ഉണ്ടാക്കൽ പ്രാക്ടിക്കലല്ല. ഇപ്പോൾ കിട്ടുന്ന നെയ്യ് എന്ന് പറയുന്നത് പാലിൻ്റെ ക്രീമിൽ നിന്നും പാലിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ്. അതിനൊരിക്കലും ആയുർവേദത്തിൽ പറഞ്ഞ നെയ്യുടെ ഗുണം കിട്ടില്ല. അപ്പോൾ ആ നെയ്യ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ വീണ്ടും അതിൻ്റെ ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ചവനപ്രാശം കഴിച്ചിട്ടും ആൾക്കാർക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടാത്തത്. റിസൾട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പലർക്കും അതൊരു മോശമായ റിസൾട്ടിലും പലർക്കും അനുഭവപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് ആയുർവേദത്തിൻ്റെ കുറ്റമല്ല, ചവനപ്രാശത്തിൻ്റെ കുറ്റമല്ല. നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി, അതുണ്ടാക്കുന്നവരുടെ പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചവനപ്രാശം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ആയുർവേദത്തിൽ പറഞ്ഞ വിധിപ്രകാരം ഉണ്ടാക്കുന്ന ചവനപ്രാശം കഴിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നതിന് മുന്നും കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിക്കുന്ന രീതിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത് വിചാരിച്ച റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് ശരീരമൊക്കെ ശുദ്ധിയാക്കിയിട്ട് ഈ രസായനം സേവിച്ചാൽ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ പറഞ്ഞ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും.